മാധ്യമപ്രവർത്തകയും ന്യൂസ് 18 കേരളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററുമായ അപർണ കുറുപ്പിന്റെ പുതിയ നോവൽ പുറത്തിറങ്ങി. പ്രശസ്ത തിരക്കഥാകൃത്ത് PF മാത്യൂസ് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനത്തിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഒട്ടേറെ ചെറുകഥകൾ എഴുതിയിട്ടുള്ള അപർണ കുറുപ്പിന്റെ ആദ്യ നോവലാണ് കോ അഹാവു തെവായി. ന്യൂസിലാൻഡിലെ പഠനകാലത്ത് കണ്ട പ്രവാസ ജീവിതമാണ് നോവലിന് ആധാരം. PF മാത്യൂസ് സന്തോഷ് ഏച്ചിക്കാനത്തിന് നൽകി നോവൽ പ്രകാശനം ചെയ്തു. മാധവിക്കുട്ടിയുടെ എന്റെ കഥ വായിച്ച അതേ നിലവാരമാണ് ഇപ്പോഴും വായനക്കാർക്ക് എന്നും സ്ത്രീ എഴുത്തുകാരെ വായിക്കുന്ന കാര്യത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും PF മാത്യൂസ് പറഞ്ഞു. നമ്മുടെ വായനാ സമൂഹം പണ്ട് മാധവിക്കുട്ടി എന്റെ കഥ എഴുതിയിരുന്ന അതേ കാലത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, കുറെ അധികം പുറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ ശങ്കിക്കുന്നത്. ഗൾഫ് പ്രവാസത്തെക്കുറിച്ച് കൂടുതൽ നോവലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയവരെക്കുറിച്ച് കഥകൾ ഉണ്ടായിട്ടില്ലെന്നും അത് ഇവിടെ തുടങ്ങുകയാണെന്നുമാണ് സന്തോഷ് ഏച്ചിക്കാനം പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഗൾഫ് ജീവിതത്തെക്കാളും അതിഭീകരമായ ഒരു കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടം ഈ പറയുന്ന ഈ പുതിയ അങ്ങോട്ട് പ്രവാസികളായിട്ട് പോകുന്ന തലമുറയെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് തന്റെ അനുഭവ പരിസരം കൊണ്ട് അനുഭവത്തിലൂടെ ഈ നോവലിലേക്ക് ശക്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അപർണയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ നോവലിനെ വളരെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. മേയർ അനിൽകുമാർ, ഹൈബി ഈഡൻ MP തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 കൊച്ചി.